പൂർണ്ണമായും തീരുമാനിക്കുന്നു. അതിനു മുൻപ് ഒരു ഭാഗികമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ജേർണലിസം, അങ്ങനെ ഒരു രണ്ട് ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തേർഡ് ഇയർ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്റെ വഴി ഇതാണ്. അപ്പൊ ഏൻ വഴി ഇത് തനി വഴി തീരുമാനിച്ചു. പിന്നെ ആ വഴിയിലോട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്കൊരു നല്ല ഓപ്പണിംഗ് കിട്ടിയ ദൂരദർശനിലാണ്. PGക്ക് ഞാൻ MCJ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കാര്യവട്ടം ക്യാമ്പസിലാണ് ചെയ്തത്. അവിടെ PGക്ക് ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് തൊട്ട് മുൻപാണ് ദൂരദർശനിൽ നിന്ന് ലൈവായിട്ടൊരു ഷോ വീട്ടുവിശേഷം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം. ഇതുപോലെ തന്നെ അതെ, എന്റർടൈൻമെന്റ് എന്ന് പറയാൻ കഴിയില്ല, സീരിയസ് ആയിട്ടുള്ള ഗസ്റ്റുകൾ, അതായത് ഡോക്ടേഴ്സ്, അതുപോലെ വിദ്യാഭ്യാസ വിദഗ്ധർ, അങ്ങനെയുള്ളവരൊക്കെ ഒരു 1 hour ഷോ ആണ്. വൈകിട്ട് 5 മുതൽ 6 വരെ ലൈവായി പോകുന്ന ഒരു ഷോ. അതിലൂടെയാണ് ആദ്യമായി ഞാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. അതിനു മുൻപൊക്കെ ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ലൈവിൽ വരുന്നത് ആദ്യമായി ദൂരദർശനിലൂടെയാണ്. അപ്പോൾ എന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കമിട്ട ദൂരദർശനോടാണ് എനിക്ക് ആദ്യത്തെ നന്ദി. കാരണം ആ ഒരു ഫ്രെയിം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടുവിശേഷം എന്ന് പറയുന്ന ആ പരിപാടിയിലൂടെയാണ് തുടങ്ങുന്നത്. അത് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഗസ്റ്റുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഇത് 2007 സംഭവിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 16ാമത്തെ വർഷമാണ്. ഡിഗ്രി ഫൈനൽ ഇയറിൽ തൊട്ട് തുടങ്ങിയ ആ ഒരു യാത്ര ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതിനിടയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ആദ്യമായി ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നത്. കൈരളിയിലാണ്, കൈരളി പീപ്പിളിലാണ് ന്യൂസ് ചാനലായിട്ട് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു ട്രെയിനിയായി തുടങ്ങി പടിപടിയായി കയറിയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടറിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് എത്തി നിൽക്കുന്നത്. അതിനിടയിൽ കൈരളിയിൽ നിന്ന് ജീവൻ ടിവിയിലേക്ക് പോയി. ജീവൻ ടിവിയിൽ ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തത്. ഡെസ്കിലും 1 മാസം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഡൽഹി ബ്യൂറോയുടെ ചുമതലയായിരുന്നു. ഡൽഹി ബ്യൂറോയിലേക്ക് ആ ഒരു ബ്യൂറോ സിംഗിൾ ബ്യൂറോ ആണ്, ഒരാൾ തന്നെ നോക്കണം. കാരണം ന്യൂസ് ചാനലല്ല. പിന്നെ അവിടുത്തെ വിഭവശേഷി, അവരുടെ സൗകര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സ് അതിലേക്കൊക്കെ ഒരു താല്പര്യം വരുന്നത്. കൈരളി ടിവിയുടെയും ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്ത ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൈരളി ടിവിയിലെ ജോലി ചെയ്തത് കണ്ടിട്ടാണ് ജീവൻ ടിവിയിലേക്ക് വിളിച്ചത്. അപ്പോൾ ജീവൻ ടിവിയിലേക്ക് പോകുന്നു, സെക്കൻഡ് ചാനൽ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് റിപ്പോർട്ടർ എന്ന ന്യൂസ് ചാനൽ MV നികേഷ് കുമാർ സാറ് തുടങ്ങുന്നത്. അപ്പോൾ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടേയുള്ള ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു നിൽക്കുന്ന സാറിന്റെ ആ ഒരു ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ +1 പഠിക്കുകയാണ്. ഇപ്പോഴും ഞാനത് സാറിനോട് പറയും, അന്ന് +1 പഠിച്ചു. ഇന്നിപ്പോൾ എഡിറ്റോറിയൽ ടേബിളിൽ ഇരുന്നിട്ട് മീറ്റ് എഡിറ്റേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ സാർ പക്ഷേ ആ ഒരു കെയറും കൺസേണും ഒക്കെ അന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോഴും ഉണ്ട്. ഇപ്പോൾ തിരിച്ച് റിപ്പോർട്ടറിൽ വന്നപ്പോഴും നികേഷ് സാർ ഒട്ടും മാറിയിട്ടില്ല. സാറിന്റെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യർക്കൊപ്പം ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. റിപ്പോർട്ടറിന്റെ തുടക്കകാലത്ത്, അതായത് റിപ്പോർട്ടർ 2011 തുടങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകാൻ പറ്റി. 1 വർഷമാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അപ്പോഴേക്കുമാണ് എനിക്ക് നമ്മൾ സ്വപ്നം കാണുന്ന സ്ഥാപനം, അതായത് ജേർണലിസ്റ്റിലേക്ക് വരുമ്പോൾ സ്വപ്നം കാണുന്ന ഒരു സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. അപ്പൊ അവിടെ ഒരു അവസരം വന്നു. ലാറ്ററൽ എൻട്രിയിലൂടെ അവിടെ ജോലിക്ക് കയറി, ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറി. 2012 തുടക്കത്തിലാണ്. അതിനിടയിൽ കല്യാണം കഴിഞ്ഞു, കുഞ്ഞായി. കുഞ്ഞിനൊരു 4-5 മാസം പ്രായമായിട്ടുള്ള കൈക്കുഞ്ഞുമായിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇന്റർവ്യൂവിന് പോകുന്നത്. അവിടുത്തെ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് പറയുന്നത് നല്ല ഒരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഞാൻ ദൂരദർശനെ കുറിച്ച് പറഞ്ഞതുപോലെ, റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ അതിന്റെ ഒപ്പം ചേരാൻ പറ്റി. എങ്ങനെയാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്, അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഓരോന്നും എനിക്കൊരു പാഠശാല എന്ന് പറയാലോ, അതായിരുന്നു. എല്ലായിടത്തു നിന്ന് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. 2011 റിപ്പോർട്ടറിൽ പോയ സുജയ പാർവതി അല്ല ഇന്ന് 2023 റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്ത സുജയ പാർവതി. അതിനിടയിലുള്ള വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക. ഇതുപോലെയുള്ള MV നികേഷ് കുമാർ ആകട്ടെ, NP ചന്ദ്രശേഖരൻ ആകട്ടെ, TN ഗോപകുമാർ ആകട്ടെ, വിനു ബി ജോൺ ആകട്ടെ, സിന്ധു സൂര്യകുമാർ ആകട്ടെ, അങ്ങനെ ഒരുപാട് നല്ല ആളുകൾക്കൊപ്പം, അതായത് ആ ഫീൽഡിൽ കൃത്യമായിട്ടൊരു ഇടം ഉണ്ടാക്കിയെടുത്ത ആളുകൾക്കൊപ്പം ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെയും ട്യൂൺ ചെയ്തെടുക്കുന്നതിനകത്ത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ അളകനന്ദ ചേച്ചിയൊക്കെ വാർത്ത വായിക്കുന്നത് വീട്ടിലിരുന്ന് കുട്ടിക്കാലത്ത് കണ്ട എനിക്ക് ആദ്യമായിട്ടൊരു മോർണിംഗ് ഷോ ചേച്ചിയുടെ കൂടെ ചെയ്യാനായിട്ടൊക്കെ, അന്ന് വാർത്താ പ്രഭാതം എന്ന് പറയുന്ന മോർണിംഗ് ഷോ തുടങ്ങുമ്പോഴത്തേക്കും അതിൽ ഞാൻ കണ്ട് ആരാധിച്ച വ്യക്തിക്കൊപ്പം എന്നെ ആ പാനലിലേക്ക് ഇട്ട TNGയോടൊക്കെയുള്ള നന്ദി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഒരു കൊച്ചിനെ ഇത്രയും വലിയ ആളുകൾക്കൊപ്പം പ്ലേസ് ചെയ്യാണ്. അപ്പൊ അവരൊക്കെ പിടിച്ചു നടത്തിയതാണ് എന്നെ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ 100% ആ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതെൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെയുള്ള ആളുകൾ, ഇപ്പോൾ TNG ഇല്ല, ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ MGR സർ ആയാലും, അതുപോലെ രാജേഷ് കൽറ അവിടുത്തെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, സിന്ധു സൂര്യകുമാർ, വിനു ജോൺ, PG സുരേഷ് കുമാർ, അങ്ങനെ അളകനന്ദ, രജനി വാര്യർ, ശാലിനി ശിവദാസ് തുടങ്ങി പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്നും സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു
റാപ്പോ ഉള്ള ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അവിടെ നിന്നാണ് ഞാൻ 24ലേക്ക് വരുന്നത്. അത് ശ്രീകണ്ഠൻ സാർ വിളിച്ചിട്ടാണ് ഞാൻ 24ലേക്ക് പോകുന്നത്. അപ്പോൾ 24നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിൽ അയ്യർ ശ്രീകണ്ഠൻ നായർ കോംബോ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡൈനാമിസം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഡോക്ടർ അരുൺകുമാർ, അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് പോകണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട് കേട്ടോ. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വേണം ഈ ഫീൽഡിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. അവിടെ നിന്ന് പഠിക്കാവുന്നതിന്റെ പരമാവധി അവസരങ്ങൾ എനിക്ക് തന്നു. ന്യൂസ് അവർ അടക്കമുള്ള ഷോസ് ചെയ്തു, ഇലക്ഷൻ ഷോസ് ചെയ്തു, ഔട്ട്ഡോർ ചെയ്തു, അങ്ങനെ പരമാവധി കാര്യങ്ങളിൽ അവർ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് പോവുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു എൻ്റെ എനിക്ക് ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നു. 2021 ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് 24ലേക്ക് വന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ സാർ വിളിച്ചപ്പോൾ, ശ്രീകണ്ഠൻ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എം വി നികേഷ് കുമാർ സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമുക്ക് മറ്റൊരു പാറ്റേൺ സെറ്റ്, അതായത് എന്റർടൈൻമെന്റിൽ നിന്ന് വന്നിട്ട് ന്യൂസ് ചെയ്യാമെന്ന് കാണിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ. ഈ നമ്മൾ തമ്മിൽ അടക്കമുള്ള പരിപാടികളൊക്കെ കണ്ട് നമുക്ക് അത്രയും ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആങ്കർ, അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതും കുറച്ച് നമുക്ക് പഠിക്കാമല്ലോ. അവിടെയും അങ്ങനെയാണ് എൻ്റെ ചിന്ത പോയത്. അപ്പോൾ സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അത്രയും ആ സ്ഥാപനത്തിൽ അത്രയും പേരുണ്ടായിട്ട് 24ലേക്ക് എന്നെ വിളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ അനിൽ അയ്യൂർ സാറും ശ്രീനാഥൻ സാറുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഇത്രയും വലിയ ഒരു രീതിയിലേക്ക്, ഒരു നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിൽ അവരുടെ രണ്ടുപേരുടെ അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോംബോയാണ് ആ ചാനലിന്റെ ഒരു സ്ട്രെങ്ത്. അങ്ങനെയാണ് ആ സ്ഥാപനം വികസിച്ച് വന്നത്. അതായത് നമ്മുടെ ഒരു സ്ക്രീൻ ലേഔട്ട്സ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ് ന്യൂസിന് ഇല്ലാത്തതും 24 ഉള്ളതുമായി എനിക്ക് അന്ന് മനസ്സിലായത് ഈ സ്ക്രീൻ ലേഔട്ടിലെ ആ ഒരു വൈബ്രൻസിയാണ്. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, ഓഗ്മെന്റഡ് റിയാലിറ്റി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് 24 വന്നു, അത് പഠിക്കാൻ പറ്റി. അപ്പോൾ അതും എനിക്കൊരു നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നെഗറ്റീവിൽ അധികം ഫോക്കസ്. ആദ്യം സുജയെ കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്താവതരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി കാണുമ്പോൾ ഇത്രയും അഹങ്കാരിയായ ഒരു അവതാരകയോ എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്ക് ബഹുമാനത്തോടെ മറ്റുള്ളവരോട് സംസാരിച്ചുകൂടെ എന്നൊക്കെ പലർക്കും തോന്നാമായിരിക്കാം. എന്നാൽ സുജയ പാർവതി വളർന്നു വന്ന വഴികളൊക്കെ കഠിനമായിരുന്നു. ഈ പെൺകുട്ടി ഇപ്പോൾ ലോകമറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളം, ഇന്ത്യ അറിയുന്ന ഒരു വാർത്താ ചാനലിലെ അവതാരക തന്നെയാണ് സുജയ പാർവതി. ഏതൊരു പാർട്ടിക്ക് അനുകൂലമായി നിലപാടെടുത്താലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സുജയ പാർവതിക്ക് അറിയാം. അച്ഛൻ വളർത്തിയ ഒരു പെൺകുട്ടിയാണ്, ഒരു മകളാണ് സുജയ എന്നതാണ് സത്യം. അച്ഛൻ ഇഷ്ടത്തിനൊക്കെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൃഷിക്കാരനായ അച്ഛന്റെ ഒപ്പം ചാരെ തോളിൽ നടന്ന ഒരു സുന്ദരി മകൾ തന്നെയായിരുന്നു സുജയ പാർവതി. ആ സുജയാണ് ഇന്ന് ഈ നെറുകയിൽ നിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞ് 5ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടി കൂടിയാണ് സുജയ. ആ സുജയെ വളർത്തിക്കൊണ്ടുവന്നത് അച്ഛനാണ്. അച്ഛന്റെ സ്നേഹവും സംരക്ഷണയും ഒക്കെ അറിഞ്ഞ് ആ കരുതലിൽ വളർന്ന ഒരാളാണ് സുജയ പാർവതി.